നമസ്തേ. ഇന്ന് നിയമത്തെ ആരും പേടിക്കണ്ട. പണ്ടൊക്കെ നിയമത്തെ ആയിരുന്നു പേടി. ആ കാലം മാറി. ഇന്ന് നാം പേടിക്കേണ്ടത് ഗുണ്ടകളെയാണ്. നിയമത്തിന് പോലും ഗുണ്ടകളെ പേടിയാണ്. അത്രമാത്രം വളർച്ച ഗുണ്ടാ സ്വാധീനത്തിനുണ്ട്. നഴ്സറി ക്ലാസ് മുതൽ ഗുണ്ടായിസം തുടങ്ങുകയാണ്. അത് നമ്മൾ കണ്ടതാണല്ലോ. 8ലും 10ലും ഒക്കെയുള്ള കുട്ടികൾ ഗുണ്ടായിസം ആ മക്കളുടെ അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് സമൂഹവും നിയമവും. പോലീസുകാർക്ക് വരെ ഗുണ്ടകളെ പേടിയാണ്. പോലീസുകാരെ അങ്ങോട്ട് തല്ലുമ്പോൾ സഹ പോലീസുകാരൻ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസുകാരെ ഗുണ്ടകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തല്ലി ആശുപത്രിയിലാക്കി എന്ന വാർത്ത വായിക്കുമ്പോൾ സത്യത്തിൽ നാണക്കേടാണ് തോന്നാറ്. ഗുണ്ടകൾ തല്ലിയിട്ട് പോലീസുകാരൻ ആശുപത്രിയിലാക്കി. നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാർത്ഥി തല്ലിയിട്ട് അധ്യാപകനെ ആശുപത്രിയിലാക്കി. ഇതെന്തൊരു നാട് എന്ന് തോന്നിപ്പോകും. കേരളത്തിൽ ജനിച്ചതിൽ അഭിമാനം തോന്നിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ പോലീസിനെയാണ് വിളിക്കുക. ആ പോലീസിന് പോലും ഇന്ന് പ്രശ്നക്കാരെ നേരിടാൻ മടിയാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ. ധാരാളം വേദികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിലൊക്കെ സദസ്സ് പല രീതിയിലായിരിക്കും ഉണ്ടാവുക. മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും, പരസ്പരം സംസാരിച്ച് ഇരിക്കുന്നവരുണ്ടാവും, ഉറക്കം തൂങ്ങുന്നവരും ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആസ്വാദകരാണ് ഉണ്ടാവുക. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജയിലുകളിലും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രസംഗം നടത്തിയിട്ടും തൃപ്തി വന്ന പ്രസംഗം ജയിലുകളിലുള്ളതാണ്. അത്ര അച്ചടക്കത്തിലുള്ള അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ തോന്നിപ്പോവും, ഇവരൊക്കെയാണോ കുറ്റവാളികൾ? ഇത്ര മര്യാദക്കാരായി ഇരിക്കുന്നവരെ എങ്ങനെയാണ് നാം കുറ്റവാളികളായി കാണുക? ഇത് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ ഒരു വനിതാ ജയിലിൽ സംസാരിക്കാൻ അവസരമുണ്ടായി. അവിടെ എത്തി സൂപ്രണ്ടിൻ്റെ റൂമിൽ കുറച്ച് നേരം ഇരുന്നു. സൂപ്രണ്ട് അപ്പോൾ അവിടെ ഇല്ല. ചടങ്ങ് അറേഞ്ച് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയതാണ്. ഞാനാവട്ടെ വനിതാ ജയിൽ എന്ന് കേട്ടപ്പോൾ അപ്പം തന്നെ ഞാൻ സങ്കല്പിച്ചു, ആ കാലത്ത് പ്രശസ്തയായ ഒരു വനിതാ ഗുണ്ടയുണ്ടായിരുന്നു. വനിതാ ഗുണ്ട എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നും. വനിതകൾ ഗുണ്ടയായി, അത് ആ ജയിലിലാണെന്നും പത്രത്തിലൂടെ അറിയും. അവരെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൂപ്രണ്ട് വന്നു. ക്ഷമാപണം പോലെ പറയുകയാണ്, സാറേ ഞാൻ അവരെയൊക്കെ ഒന്ന് ഇരുത്തണ്ടേ, അതിനുവേണ്ടി പോയതായിരുന്നു, ഞാനത് അറേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു. തുടങ്ങാം സാറേ, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ പോയി. ആ ഹോൾ നിറയെ ആളുകളാണ്. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്നു. ഞാനും സൂപ്രണ്ടും വേറൊരു ഡോക്ടറും കൂടി വേദിയിൽ
ഇരുന്നു. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് സൂപ്രണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ സൂപ്രണ്ടിനോട് ചോദിച്ചു, സ്വകാര്യത്തിലാണ് ചോദിക്കുന്നത്, ഈ കൂട്ടത്തിൽ ഒരു വനിതാ ഗുണ്ടയുണ്ടല്ലോ, അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ടിന് ഭാവം മാറി. എൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയുകയാണ് അവർ, സാറേ ആളെ ഞാൻ കാണിച്ചു തരാം, സാർ ഇപ്പം അങ്ങോട്ട് നോക്കണ്ട, സാറിപ്പം അങ്ങോട്ട് നോക്കരുത്. വാസ്തവത്തിൽ ഞെട്ടലാണ് എനിക്കുണ്ടായത്. അത്രമാത്രം പോലീസുകാർ പോലും ഭയപ്പെടുന്നു ഈ കൂട്ടരെ. ആലോചിച്ച് നോക്കൂ, ഒരു പോലീസ് ജയിലിനകത്ത് ഈ പോലീസ് വലയത്തിൽ നിന്നുകൊണ്ടും ആ ഗുണ്ട അവിടെ ഇരിക്കുമ്പോഴും ഇവർ ഭയപ്പെടുന്നു. അതാണ് നമ്മുടെ നാട്. ഗുണ്ടകളാണ് ഇന്ന് നാട് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരർത്ഥവും ഇത് നിങ്ങൾ കാണണ്ട എന്ന് വിനീതമായി പറയുകയാണ്. ഒന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.